പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ വീട്ടിൽ കാബേജ് കണ്ട് കൃഷി ചെയ്തപ്പോൾ കാബേജ് ഒരു 3-4 അടിപൊളി ഉണ്ടായി കലക്കനായിട്ട്. അപ്പോൾ അതുകൊണ്ടുള്ള എന്തെങ്കിലും ഇതുണ്ടായി ചിരി മുൻപ് നമ്മൾ ഇതിട്ടതാണ് ഈ കാബേജിൻ്റെ ഉപ്പേരി ഇട്ടുള്ള ഈ കാബേജ് തോരയിട്ടല്ലാണ്. ഇനി സദ്യരി ഉണ്ടാവും, അത് പിന്നീടാം. നമുക്കപ്പോൾ കാബേജ് കൊണ്ടൊരു ചൈനീസ് സാധനം, ഒരു കാബേജ് മഞ്ചൂരി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാം. കാബേജ് കൊണ്ട് മാത്രമല്ല, അത് മറ്റേ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കോളിഫ്ലവർ, ജീരല, മുരിങ്ങല എന്തും ചേർത്തുണ്ടാക്കാം. നമ്മൾ ഇന്ന് കാബേജ് കൊണ്ട് ചെയ്യും കേട്ടോ. പിന്നെ ഇതിൽ കഥയൊന്നും പറയാനില്ലേ, കാബേജിന് എന്തൊരു കഥ അല്ലേ? കാബേജിന് കഥയൊന്നുമില്ല. കാബേജ് ഇപ്പം വന്നിട്ടുള്ള ആളല്ലേ. നമ്മുടെ കാബേജ് പറിക്കാൻ പോകണം കേട്ടോ. പറിച്ചു. ഇതിങ്ങനെ കാണിക്കരുത്, നമ്മുടെ വീട്ടിൽ തന്നെയാണെന്ന് ഉള്ളത് എൻ്റെ തെളിവാണ് കേട്ടോ. തനി ജൈവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സാധനം എടുക്കാം. നമുക്ക് 1,300. ഇനി ഇതിന്ന് നമുക്കൊരു കഷ്ണം മുറിച്ചെടുക്കാം. അപ്പോൾ കാലത്തെ വെള്ളത്തുള്ളിയിലുണ്ട അതിൻ്റെ നടു മുറിക്കാം നമുക്ക്. നമ്മുടെ കാബേജിൽ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു നല്ല ഇതിലാണ് ആക്കിയത്. അപ്പടി ഒരു 350 ഗ്രാം ഉണ്ടായി വിട്ടത്. വേറൊരു പാത്രത്തിൽ ഇടാം, വലിയൊരു പാത്രത്തിൽ ഇടാം. നമ്മളിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ സാധാരണ മസാലപ്പൊടി ഇല്ലേ അത് ചേർക്കാം. ഒരു 4 ടീസ്പൂണിലധികം, 5 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, മൈദ ചേർക്കാം കേട്ടോ. കോൺഫ്ലവർ ഇല്ലേ അതൊരു 6 ടീസ്പൂൺ ചേർക്കാം. ഇനി നമ്മുടെ സാധാരണ അരിപ്പൊടി ഇല്ലേ അതൊരു 2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കൈ കൊണ്ട് ഇതാക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിക്കാം. പേരിന് മതിയിട്ടാ, ഒരു 2 ടീസ്പൂൺ അങ്ങനെ വെള്ളം. ഇങ്ങനെയായി നമുക്കിതിനി ചെറിയ ചെറിയ ബോളുകളാക്കാം. ഇങ്ങനത്തെ ബോളുകൾ നമ്മളൊക്കെ ഇങ്ങനത്തെ ഉരുളകളാക്കിയിട്ടാണ്. ഇനി ഇത് നമുക്ക് വറുത്ത് വരാം. നമ്മളൊരു പാത്രം അടപ്പത്ത് വെച്ച് തീ കത്തിച്ച് അതിലേക്ക് ഈ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ, ഇത് വറക്കാനായിട്ട്. നമ്മുടെ ഓയിൽ ചൂടായി നമുക്കിത് ഓരോന്നോരോന്ന് അരിക്കിടാം. ഒരു മീഡിയം ലെവലിൽ തീ കത്തിച്ചാൽ മതിട്ടാണ്. ഭയങ്കരമായിട്ട് മുരിച്ചെടുക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു 3/4 ലെവലിൽ. ഈ ലെവലിൽ ഇപ്പം നമുക്ക് ഇത് കോരിയെടുക്കാം കേട്ടോ. നമുക്ക് ഈ രണ്ടാമത്തെയും എടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഇത് വറുത്ത് കോരൽ കഴിഞ്ഞു. ഇനി ഇത് ഒന്ന് ചൂടാതെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചുക്കുണ്ടയിൽ നമ്മൾ അങ്ങനെ ചെയ്യില്ലേ, ചുക്കുണ്ടയിൽ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു പകുതി മുക്കാലായിട്ട് ഒന്ന് വറുത്തെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായി ഇങ്ങനെ പൊരിച്ചെടുക്കും. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരാം. അതുപോലെ തന്നെ ഇതിൽ കേട്ടോ. ശരിക്ക് ഇത് ഓയിൽ മുങ്ങിയെടുക്കണം. നമുക്ക് ഇത്ര മതി. നമ്മൾ വീട്ടിലൊക്കെ അല്ലേ ചെയ്യണത്, കണ്ടമാനം ഓയിൽ ഒഴിച്ചിട്ടൊന്നും ചെയ്യില്ല. വേഗമാവൂട്ടാ. കളർ മാറണ്ട.
നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ ഇത് നന്നായി മൊരിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സോസ് ഉണ്ടാക്കി ഇതിൻ്റെ ലാസ്റ്റ് പണിക്കാണ്ട് കിടക്കാം. നമ്മളൊരു പാത്രം അടപ്പത്ത് വെച്ച് തീ കത്തിച്ച് നമ്മുടെ ഈ വറുത്ത് കോരിയ പാം ഓയിലില്ലേ, ഓയില് അതിൽ നിന്ന് കുറച്ചാണ് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കുരുകുരു തന്നെ അരിഞ്ഞത്, വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞത് തന്നെ, പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് കേട്ടോ. ഇതിപ്പോൾ നന്നായി മൂത്തു. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 സവാള ഇങ്ങനെ കൊത്തിരിഞ്ഞത് അതിരിക്കാനിടുക. സവാള ഒരു ചെറിയൊരു വാട്ടാകുമ്പോൾ നമുക്ക് ഒരു ക്യാപ്സിക്കം ഇങ്ങനെ അരിഞ്ഞത് ഇതേപോലെ തന്നെ അത് ഇരിക്കിടാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് ഇടാം. ഇതൊരു ചെറിയ ലെവലിൽ ഇപ്പോൾ വാടി ഇത്രയ്ക്ക് മതി. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുക. റെഡ് ചില്ലി സോസ് അത് ഒരു 1.5 ടീസ്പൂൺ ഒഴിക്കുക. ഈ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, അത് 1 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ശരിക്കൊരു 1/2 ടീസ്പൂൺ വെള്ള കുരുമുളക് പൊടി ഇടാം കേട്ടോ. കുറച്ച് ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചൊന്ന് കലക്കുക. ഇത് വല്ലാണ്ട് ഒഴിക്കില്ല, ആവശ്യത്തിന് ഒഴിക്കുക. കുറച്ചൊന്ന് ഇതൊന്ന് ചെറിയൊരു ഇതിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഒരു 3-4 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. തീ അങ്ങനെ കത്തിക്കണ്ട കേട്ടാ, തീ സിമ്മിലിട്ടാൽ മതിട്ടാ. ഇതിലേക്ക് നമ്മുടെ വറുത്ത് കോരി വെച്ച സാധനമല്ലേ അത് ഇരിക്കണ്ട. നന്നായി ഇളക്കി കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ തേണ്ടിട്ട് കൊടുക്കുക അരിഞ്ഞത്. കാബേജ് മഞ്ചൂരിയൻ്റെ പണി കഴിഞ്ഞു കൂടാ. ഇത് കൂടുതൽ ചാറുള്ള ടൈപ്പ് ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, കൂടുതൽ വെള്ളം ഒഴിക്കുക, കൂടുതൽ മറ്റേ ഇത് കലക്കാൻ ഒഴിച്ചാൽ മതി. ഇത് നമ്മുടെ കോൺഫ്ലവറാണ് കലക്കി ഒഴിച്ചാൽ മതി. എനിക്ക് ആ ടൈപ്പ് വല്ലാണ്ട് ചാറ് പോലെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. നല്ല രസമുണ്ട്, കുഴപ്പമില്ല. റാങ്ങളെ കൊണ്ട് തിരിപ്പിക്കാം, പച്ചക്കറി കഴിക്കുന്ന റാങ്ങളെ കൊണ്ട് തിരിപ്പിക്കാം. അപ്പോൾ നമുക്ക് കുറേ തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.